മറാറ് 2020 എന്ന് പറഞ്ഞപ്പോഴേ 2020 എന്ന് പറഞ്ഞൊരു പാർട്ടി പോയി ചേർന്നിട്ടുണ്ട്. എനിക്കൊന്നും അത് അങ്ങനെ ആയിരിക്കില്ല. എനിക്ക് വല്ല 2020 ക്രിക്കറ്റ് മാച്ച് എവിടെയെങ്കിലും നടക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വല്ലതും തോന്നിയിട്ട് പോയി ചേർന്നായിരിക്കും. പുള്ളി അങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. മനസ്സിലായോ? എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ആയിരിക്കും വിചാരിച്ചതേ. അല്ലെങ്കിൽ ഇവൻ എന്താണ് BJP ആയിട്ട് യാതൊരു താല്പര്യമില്ലാത്ത ആളാണ്. മനസ്സിലാവട്ടെ, ആണെന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് അവൻ NDAയുടെ ഭാഗമായിട്ടുള്ള 2020 പോയി ചേർന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെന്താ സംഭവിച്ചെന്നറിയോ? ഇവൻ ചെന്നിട്ട് ചോദിച്ചു ഇങ്ങനെ എന്നെ കൂടെ ടീമിലെടുക്കാവോന്ന്. അപ്പൊ അവർക്ക് മനസ്സിലായി അങ്ങനെയല്ല. അപ്പൊ അവർക്ക് മനസ്സിലായി ഏതൊരു പൊട്ടനാന്ന്. എന്നാ മോനെ കളിപ്പിക്കാന്ന് പറഞ്ഞു. എടുത്ത ടീം സാബുവാണോ? സാബുവിനെ അത് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലടോ, അവർക്ക് കാര്യം മനസ്സിലായില്ലേ? ഇവനെ കളിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ഇവൻ വെയിറ്റ് ചെയ്തിരിക്കുക. ബാറ്റും പാടും ഒക്കെ ഇപ്പൊ വരും, ഹെൽമെറ്റ് ഒക്കെ എന്തായാലും ഞാൻ വാമപ്പ് ചെയ്തോണ്ടിരിക്കും വീട്ടിൽ. 2020 ടീമിൽ എടുത്തിട്ടുണ്ട്. ഇന്നൊരു മാച്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കയറി. അല്ല, എന്തിനു കൊള്ളാം. അതായാലും നന്നായി. ഒരു വ്യക്തി നോക്കിയ ആരും എടുക്കത്തില്ലായിരിക്കും. ഇവൻ എല്ലായിടത്തും നിരങ്ങി. മനസ്സിലായോ? കോൺഗ്രസ്, BJP സകലയിടത്തും നിരങ്ങി നോക്കി. പക്ഷെ ആരും അടുപ്പിച്ചില്ല. അപ്പൊ ഇവർക്ക് വേറൊന്നും കിട്ടാനില്ലാത്തോണ്ടായിരിക്കും തോന്നുന്നു. ഒരു സൈഡിൽ കൂടെ ഭയങ്കര പരിപാടിയാ, പൊട്ടി നാശമാവും. വെറുതെ കുളമാക്കാം കുറച്ചുകൂടെ അല്ലടോ. ശരിയാ. ഇപ്പൊ വേറെ കാര്യമുണ്ട് രാഷ്ട്രീയത്തിൽ, ഇങ്ങനത്തെ മണ്ടന്മാരാ. വേറൊരു കോമഡി ഇന്ത്യയിൽ മുഴുവൻ രാഹുൽ ഗാന്ധിയൊക്കെ മറ്റേ ടേക്ക് ഓവർ ചെയ്യുന്ന പോലത്തെ, അല്ലെങ്കിൽ ആളുകൾ ഇതെല്ലാം ഇതിനെതിരെയുള്ള റിയാക്ഷൻസും പരിപാടികളിലൊക്കെ മൂഡ് മാറുന്നുണ്ട്. അപ്പോഴാണ് കേരളത്തിലെ കുറെ അണ്ണന്മാര് BJP ചേരാൻ പോകുന്നത്. അതായത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ പരിപാടി വൈൻഡപ്പ് ആവാൻ പോകുന്ന സാഹചര്യം വരുമ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാര് BJP ജോയിൻ ചെയ്യാം. അതേലും നല്ല കാര്യമാണ്. തീരട്ടെ അങ്ങോട്ട്. എവിടൊക്കെ ഇനി ജോയിൻ ചെയ്യാൻ കിടക്കുന്നു. ഞാൻ പറയുന്നത് നമ്മളിപ്പോ 2000 ക്ലീൻ സ്റ്റേറ്റ് ഇത്ര ഉള്ളപ്പോ ഇവിടെ ഇനി BJPക്ക് എന്ത് റോളെന്നാ പറയണത്? ഇനിയിപ്പോ 2036 എന്റെ പാർട്ടി വരുന്നുണ്ട്. 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുന്നുണ്ട്. അതുവരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കളിയേ ഇല്ല. കഴിഞ്ഞാൽ പിന്നെ കഥയില്ല, കഥ പറച്ചിലില്ല, ഒരു പരിപാടിയില്ല. നേരെ എക്സിക്യൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും കളിക്കാനില്ല. അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ 2036 മാത്രം നിങ്ങൾ നോക്കിയാൽ അതുവരെ ഞാൻ കുറേ കാര്യങ്ങൾ കാണിക്കാം. ഇതെങ്ങനെയാണ് ഭരിക്കേണ്ടത്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി.